എന്തായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ പേരുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്ന് കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട്. വടകരയിൽ MP ആയിരുന്ന സമയത്തും വട്ടിയൂർക്കാവുമായുള്ള ബന്ധം താൻ നിലനിർത്തി. പഴയതിനേക്കാൾ സാഹചര്യം മാറിയെങ്കിലും UDFന് അനുകൂലമാണ് സ്ഥിതിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. മുരളീധരൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം ആത്മവിശ്വാസമാണ്? നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എല്ലാ ഭാഗത്തും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള നല്ല റിസൾട്ട് UDFന് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു 8 വർഷം മുമ്പ് വട്ടിയൂർക്കാവിൽ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ചിത്രമല്ല ഇപ്പോൾ വട്ടിയൂർക്കാവിൽ. ഇടതുപക്ഷത്തിനായാലും BJPക്കായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയായി മാറി. അതിനെ എങ്ങനെ അതിജീവിക്കും? അതല്ല, ഞാൻ ഈ വടകര MP ആയിരുന്ന സമയത്തും അതിനുശേഷവും ഈ നിയോജകമണ്ഡലവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതുമ എനിക്ക് തോന്നുന്നില്ല. പഴയതിനേക്കാൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം, എന്നാലും UDFന് നല്ല അനുകൂലമായിട്ടൊരു ചിത്രമാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ മറ്റ് CPMന്റെ CPIയുടെ ഒക്കെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്ന് തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥം ഇങ്ങനെ വൈകിയതിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, പ്രതിസന്ധി, തമ്മിലടിയെന്നൊക്കെ ഒരു പ്രചാരണം മറ്റുള്ളവർ നടത്തുന്നു. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചാരണം അതൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടിയിൽ തർക്കങ്ങളുണ്ടാകും. എന്നാലൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാവരും അംഗീകരിക്കും. എല്ലാവരും പാർട്ടിയോട് ഒരുമിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം താങ്കൾക്കെതിരെ, ഈ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ച് പോയ ആളാണ്, അല്ലെങ്കിൽ ഇനിയും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോകും, അതിനുള്ള മറുപടി? അത് പറയുന്നതിലൊരു അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA അദ്ദേഹം നഗരസഭ ഉപേക്ഷിച്ച് പോകുന്ന ആളല്ലേ. കഴിഞ്ഞ കോവിഡ് കാലത്ത് നഗരസഭയിൽ കഴക്കൂട്ടം വാർഡിൽ കൗൺസിലർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനമനുസരിച്ച് ഇങ്ങോട്ട് വന്നു. അതുമാത്രം ശരിയും. ഞാൻ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ലോക്സഭയിൽ പോയത് തെറ്റെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോഴത്തെ തന്നെ ഈ മന്ത്രിസഭയിലെ അംഗത്തിനെയല്ലേ രാജിവെപ്പിച്ച് ഡൽഹിക്ക് അയച്ചു. അതിനുശേഷം ഇപ്പോൾ പട്ടികജാതിയിൽപ്പെട്ടൊരു മന്ത്രിയുണ്ടോ കേരളത്തിൽ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇതെല്ലാം ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയാൽ ഒരിക്കലും ജനം അംഗീകരിക്കില്ല. പിന്നെ ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ഞാൻ കാരണം ഒരു ബൈ ഇലക്ഷൻ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോഴും ആവർത്തിക്കുന്നു. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് കെ മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യം വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു ബൈ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പ്രചാരണത്തിൽ കൂടുതൽ ശക്തിയായി സജീവമായി ഇറങ്ങുകയാണ് കെ മുരളീധരൻ. നല്ല മുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.